റിപ്പോർട്ടിലേക്ക്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ തോതിലുള്ള ആക്രമണമാണ് നടന്നത്. ഇറാൻ തലസ്ഥാനമായ ഇറാനിലെ തന്നെ ഏറ്റവും വലിയ ജയിലായിട്ടുള്ള എവിൻ ജയിൽ ഇസ്രായേൽ സേന തകർത്തിരിക്കുകയാണ്. ഈ ജയിലായിരുന്നു ഇറാനിലെ ആയത്തുള്ള ഖൊമനിയുടെ മത പോലീസ് ബുർക്ക സമരത്തിൽ പങ്കെടുത്ത അനേകം സ്ത്രീകളെ ജയിലിലടച്ചതും ഇറാനിലെ വിമതരെ പൂട്ടിയിട്ടിരിക്കുന്നതും. അതുപോലെ ഖൊമേനി ഭരണകൂടത്തിനെതിരെ സമരം നടത്തുകയും അവിടുത്തെ വിമതരായിട്ടുള്ള ആളുകളെയും പൂട്ടിയിട്ടിരുന്ന ജയിലായിരുന്നു എവിൻ ജയിൽ. ഈ ജയിൽ തകർത്തിരിക്കുന്നു. തടവുകാർക്ക് മരണമുണ്ടാകാത്ത രീതിയിൽ ജയിലിന്റെ സംരക്ഷണ ഭിത്തി തകർക്കുകയും ജയിലിന്റെ ഭരണ ആസ്ഥാനം തകർക്കുകയുമാണ് ഇസ്രായേൽ സൈന്യം ചെയ്തത്. വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ കൃത്യതയോടെയുള്ള ആക്രമണമായിരുന്നു. മരണങ്ങളൊന്നും ജയിലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ജയിലിന്റെ പുറം മതിലുകളെല്ലാം തകർത്ത് തടവുകാർക്ക് പുറത്തു പോകുവാനുള്ള ഒരു അവസരം ഇസ്രായേൽ ഒരുക്കിയിരിക്കുകയാണ്. ഇത് വളരെ വിദഗ്ധമാണ് ഇസ്രായേലിന്റെ നീക്കം. തടവുകാർ പുറത്ത് വന്ന് രക്ഷപ്പെടുകയാണിപ്പോൾ. തടവുകാരെ നിയന്ത്രിക്കുവാൻ ഇറാനെ സംബന്ധിക്കുന്നിടത്തോളം, ഇറാനിലെ പോലീസിനെ സംബന്ധിക്കുന്നിടത്തോളം സാധിക്കുന്നില്ല. ഇസ്രായേൽ യുദ്ധത്തിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പാണ് ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ എവിൻ ജയിൽ തകർത്തിരിക്കുന്നത്. ഇത് 2 ലക്ഷ്യങ്ങളുണ്ട്. ഇതിൽ ഒന്ന്, അവിടെ ഖൊമേനിക്കെതിരെയുള്ള വിമിത നീക്കം ശക്തിപ്പെടുത്തുക. വിമിതരെ മുഴുവൻ ആയിരക്കണക്കിന് പേരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇവരെയെല്ലാം സുരക്ഷിതരാക്കി പുറത്തു കൊണ്ടുവരുന്നതോടെ ഭരണകൂടത്തിനെതിരെ വലിയ തോതിലുള്ള വിമിത പ്രവർത്തനങ്ങളും കലാപങ്ങളും ഇറാനിൽ രൂക്ഷമാക്കുക. ഇറാനെ ഒരു ആഭ്യന്തര സംഘർഷത്തിൽ സിറിയയെ പോലെ ആക്കുക. സിറിയയിൽ എങ്ങനെയാണോ ഇസ്രായേൽ ഇടപെട്ട് അവിടുത്തെ ഭരണാധികാരിയെ, ഇസ്ലാമിക് സ്വേച്ഛാധിപതിയെ ഓടിച്ച് അവിടുത്തെ വിമതർ ഭരണം പിടിച്ചെടുത്ത് സിറിയയിൽ ഇപ്പോൾ ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കിയത് എന്നതുപോലെ തന്നെ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഇറാനിൽ സൃഷ്ടിക്കുന്നതിന്റെ ഒരു ചുവടുവെപ്പ് കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നും ഇറാനെ മാറ്റിമറിക്കും എന്നും അമേരിക്ക പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇറാന്റെ ജയിൽ തകർത്തതിലൂടെ വിവിധ വിഭാഗം നേതാക്കളെയും ജയിലിലടച്ചവരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും ഒക്കെ ജയിലിന് പുറത്തെത്തിച്ച് മോചിപ്പിക്കുന്ന വലിയ ഒരു ദൗത്യം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. രണ്ടാമതായിട്ട് ഇസ്രായേൽ ഇതിനകത്ത് കണക്ക് കൂട്ടുന്നത് വലിയ തോതിലുള്ള ക്രിമിനലുകളെയും മറ്റും ഈ ജയിലിൽ അടച്ചിരുന്നു. വലിയ ഒരു ജയിൽ തകർക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് സംഭവിക്കുക എന്നത്. വലിയ വലിയ കുറ്റവാളികളും ക്രിമിനലുകളും രാജ്യദ്രോഹികളും ഒക്കെ ജയിലിൽ ഉള്ളത് പുറത്തു വരും. അവർ സ്വാഭാവികമായിട്ടും അവരുടെ വലിയ തോതിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ രാജ്യത്തുടനീളം വീണ്ടും അരയും തലയും മുറുക്കി അവർ രംഗത്ത് വരും. അങ്ങനെ ഇറാനിൽ മറ്റൊരു രീതിയിലും ആഭ്യന്തര സംഘർഷവും പ്രശ്നങ്ങളും ഉണ്ടാക്കുക, ക്രിമിനലുകൾ വിളയാടുന്ന ജയിൽ തുറന്നുവിട്ട് വലിയ ഒരു അരാഷ്ട്രീയ അവസ്ഥ ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷം ഇറാനിൽ സംജാതമാക്കുക എന്നതും കൂടി ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നു. എന്താണെങ്കിലും എവിൻ ജയിൽ തകർത്തിരിക്കുന്നു. എവിൻ ജയിലിലുള്ള നിരവധി വിദേശികളുണ്ട്, പ്രത്യേകിച്ചും ഫ്രഞ്ച് ആളുകളുണ്ട്. ഫ്രഞ്ച് സർക്കാർ തന്നെ ഇപ്പോൾ അവിടുത്തെ പൗരന്മാർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫ്രാൻസുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇറാൻ ജയിലിൽ വിദേശികളായിട്ടുള്ളത്. അവരെയൊക്കെ സുരക്ഷിതമായിട്ട് എത്രയും വേഗം ഈ കുറ്റവാളികളായി ജയിലിൽ അടച്ചവരെല്ലാം പുറത്തു വന്നിട്ടുണ്ടോ അവരെയൊക്കെ ഉടൻ തന്നെ ഫ്രാൻസിൽ എത്തിക്കണം എന്ന് അവിടുത്തെ ബന്ധപ്പെട്ട തടവുകാരുടെ, അവിടെ ജയിലിൽ കഴിയുന്ന ആളുകളുടെ കുടുംബങ്ങൾ ഫ്രാൻസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. ടെഹ്റാനിൽ ക്രിമിനലുകളെല്ലാം പുറത്തു വന്നു, വിമതർ പുറത്തു വരുന്നു. മറ്റേ എടുത്തു പറഞ്ഞ ടെഹ്റാന്റെ മുകളിൽ മുഴുവൻ തീയും പുകയുമാണ് എന്നാണ്. ടെഹ്റാന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ മുഴുവൻ ഇപ്പോൾ ടെഹ്റാനെ പോലും കാണാത്ത രീതിയിൽ ടെഹ്റാന്റെ മുകളിൽ കറുത്ത പുകയും മറ്റും ഉയരുകയാണ്. തങ്ങൾ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് IDF പറഞ്ഞത്. ഇപ്പോഴും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനെ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ തുടരുകയാണ് എന്നാണ്. 6 വിമാനത്താവളങ്ങളാണ് ഇന്ന് IDF ഇറാനിൽ ആക്രമിച്ചത്. അതുപോലെ തന്നെ പലസ്തീൻ സ്ക്വയറിലെ ക്ലോക്ക് ഇറാനിലെ തകർത്തിരിക്കുന്നു. അതിന്റെ സമയം കാണിക്കുന്നത് ഏകദേശം 20:10 എന്നുള്ള ഒരു സൂചിയും കാണിച്ചിട്ടുണ്ട്. റവല്യൂഷണറി ഗാർഡുകളുടെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം തകർത്തു. ഇറാന്റെ പോലീസിന്റെ മതപരമായിട്ടുള്ള പ്രത്യയശാസ്ത്ര ആസ്ഥാനം തകർത്തിരിക്കുന്നു. മറ്റ് ഭരണകൂടത്തിന്റെ ഓഫീസുകൾക്ക് നേരെ ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് അത്യപൂർവമായിട്ടുള്ള ആക്രമണവും സർക്കാരിനെതിരായിട്ടുള്ള സർക്കാർ ഏജൻസികളുടെ ഓഫീസുകളും തകർത്തു. IDFന്റെ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നു
എന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും ടെഹ്റാനിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. തടവുകാർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു പാത ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നു എന്നും ഇതിലൂടെ മന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നു. 2017 ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് വലിയ ഒരു ക്ലോക്ക് സ്ഥാപിച്ചത്. അത് ഏകദേശം ഇപ്പോൾ പ്രവർത്തന നിരതമായിട്ട് തകർന്ന് താഴെ കിടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, ആകാശത്തേക്ക് ഉയരുന്ന വലിയ പുകയും മേഘങ്ങൾ പോലും മറയ്ക്കുകയാണ്. ഇസ്രായേൽ വീണ്ടും മിസൈൽ ആക്രമണം പോലും, അവിടെ വിമാനങ്ങളിൽ നിന്ന് മിസൈലുകൾ ടെഹ്റാന്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് തൊടുത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം നഗരത്തിൽ വളരെ ഉച്ചത്തിലുള്ള സ്ഫോടനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരം റിപ്പോർട്ടുകൾ വിശ്വസിക്കാം എന്നതിന്റെ തെളിവാണ് ഇസ്ലാമിക് മീഡിയകളുടെ തന്നെ വാർത്തകൾ ഉദ്ധരിക്കുന്നത്. അൽ ജസീറ മാത്രമല്ല, ഇറാൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രക്ഷേപകനായ പ്രസ് ടിവിയിൽ നിന്ന് പുറത്തുവിടുന്ന ദൃശ്യങ്ങളിൽ ടെഹ്റാന്റെ തിരക്കേറിയ മേഖലകളിൽ, തിരക്കേറിയ നഗരവീഥികളിൽ കട്ടിയുള്ള പുകയും തീയും ഉയരുന്നതായിട്ട് കാണിക്കുന്നു. ടെഹ്റാനിൽ അതിനപ്പുറത്തേക്കുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സുരക്ഷാ സ്ഥാപനങ്ങൾക്ക് നേരെ ഇസ്രായേൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തി. ഇറാൻ ഇന്റർനാഷണൽ TV ചാനലിന്റെ നേരെ, അവരുടെ ഓഫീസുകൾക്ക് നേരെയും ആക്രമണം നടത്തി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പോലീസ് ഇന്റലിജൻസ് യൂണിറ്റുകളുടെ സൗകര്യങ്ങൾ, ആസ്ഥാനം തകർത്തു. ടെഹ്റാനിൽ ആക്രമണങ്ങൾ നടക്കുകയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡ് സെന്ററുകളെ ലക്ഷ്യം വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലിന്റെ സൈനിക വക്താവ് ഇപ്പോൾ പറഞ്ഞതായിട്ട് അൽ ജസീറ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടക്കുന്ന ഏറ്റവും പുതിയ ആക്രമണങ്ങളെ കുറിച്ച് IDF പറയുന്ന ഇപ്പോൾ ഏറ്റവും പുതിയ വിശകലനം ഇപ്രകാരമാണ്. IDFന്റെ ഒഫീഷ്യൽ വക്താവ് ഫാബിയൻ ഇപ്രകാരം പറയുന്നു: കഴിഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ടെഹ്റാനിലെ 110 കേന്ദ്രങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചു. ഇത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഔദ്യോഗിക വക്താവ് തന്നെ പറയുന്നതാണ്. ടെഹ്റാനിൽ നടന്ന ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഇറാന്റെ നിരവധി കെട്ടിടങ്ങൾ തകർക്കുകയായിരുന്നു. ഇറാന് പ്രതിരോധിക്കുവാൻ അവസരവും അല്ലെങ്കിൽ ചുമതലയുമുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ താർ അല്ല ആസ്ഥാനം തകർത്തതായിട്ട് ഇപ്പോൾ IDF പറയുകയാണ്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പ്രസ്താവനയാണ് അത്. ഇറാൻ റവല്യൂഷണറി കോർപ്സിന്റെ താർ അല്ല ആസ്ഥാനം തകർത്തു എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനിൽ നടന്ന മറ്റ് ആക്രമണങ്ങളിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽ നടത്തിയത് കനത്ത ആക്രമണമാണ്. 23-ാം തീയതി ആയിട്ടുള്ള ഇന്ന് തിങ്കളാഴ്ച വലിയ തോതിലുള്ള ആക്രമണമാണ് ഇറാനിൽ ഉണ്ടായത്. 15 യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇസ്രായേൽ സേന ഇറാന്റെ നശിപ്പിച്ചു. 6 വിമാനത്താവളങ്ങൾ തകർത്തു. 6 വിമാനത്താവളങ്ങളിലായിട്ട് 15 യുദ്ധവിമാനങ്ങളാണ്. ഒന്നാമത് ഇറാന് ആകാശസേന വളരെ കുറവാണ്. വ്യോമസേനയുടെ വലിയ ഒരു കുറവ് ഇറാനെ സംബന്ധിക്കുന്നിടത്തോളം ഉണ്ട്. ആകാശ യുദ്ധമില്ലാതെ ഇക്കാലത്ത് എങ്ങനെയാണ് ഖൊമേനിമാർക്ക് യുദ്ധം ജയിക്കുവാനാവുക? പണ്ടത്തെ പോലെ കരയിലൂടെ നടന്നും അല്ലെങ്കിൽ വലിയ ബോട്ടുകളിലൂടെയും കപ്പലിലൂടെയും ഒക്കെ ചെന്ന് യുദ്ധം നടത്തുന്നു, അതൊന്നുമല്ല ഇപ്പോഴത്തെ ടെക്നോളജി. ആകാശത്ത് നിന്നും ബഹിരാകാശത്ത് നിന്നും അതുപോലെ സ്പേസിൽ നിന്നുമൊക്കെയുള്ള ലേസർ വരെ അടിച്ചുള്ള യുദ്ധമാണ്. ആകാശത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ഇന്ന് നടക്കുന്നത്. ആ ആകാശം ഇറാനെ സംബന്ധിക്കുന്നിടത്തോളം ഇസ്രായേൽ പിടിച്ചെടുത്തു. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വ്യോമസേനയോ അല്ലെങ്കിൽ വിമാനമോ യുദ്ധത്തിനില്ല. ഇറാന് വ്യോമസേനയുടെ ഒരു പ്രകടനവും ഈ യുദ്ധത്തിൽ ഇന്ന് വരെ 1% പോലും, ഒരു നീക്കം പോലും ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയിരിക്കെയാണ് ഉള്ള എയർപോർട്ടുകളും യുദ്ധവിമാനങ്ങൾ കൂടി ഇപ്പോൾ ഇസ്രായേൽ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിന്റെ F-14, F-5, AH-1 വിമാനങ്ങൾക്ക് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു. IDF Xലൂടെ ഇതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവിട്ടു. അതുകൊണ്ട് തന്നെ ഇത് വിശ്വസനീയമായിട്ടുള്ള വിവരങ്ങളാണ് എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ടെഹ്റാൻ, മൊഹദ്ഷാദ്, മഷാദ്, ഡെസ്ബുൾ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ IDF ആക്രമിച്ചു, തകർത്തു. ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് IDF തന്നെ വെളിപ്പെടുത്തേണ്ട ഈ വിമാനത്താവളങ്ങളിൽ നിന്ന് പറന്ന് ഉയരാൻ കഴിവും അവിടെ ക്യാമ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഇറാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ തകർത്തു. IDF ഇന്റലിജൻസ് ഡയറക്ടറേറ്റിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളാണ് ഇത്. ഇറാനിലെ കെഷർമ പ്രദേശത്ത് 15ലധികം യുദ്ധവിമാനങ്ങൾ IDF നശിപ്പിച്ചു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി പ്രസ്താവന ഇറക്കിയിരിക്കുന്നു.
US-ഉം ഇസ്രായേലും ക്രൂരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം ഇറാനിൽ കാണിക്കുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഇറാനിൽ കൊന്നൊടുക്കുകയാണ്. ലോകം ഞങ്ങളോടൊപ്പം നിൽക്കണം, പ്രതികരിക്കണം, മനുഷ്യാവകാശ പ്രവർത്തകരും UN-ഉം ഇതിനെ അപലപിക്കണം എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. UN ചാർട്ടിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും അടിസ്ഥാന തത്വങ്ങളുടെയും ഗുരുതരവും അത്യപൂർവമായിട്ടുള്ള ലംഘനം എന്നാണ് ഇറാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത്. എന്റെ രാജ്യം ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അറിയിപ്പിൽ പറയുന്നത്. ഈ നിമിഷത്തിൽ, ഈ സമയത്ത് രാജ്യത്ത് എത്രമാത്രം ആക്രമണങ്ങളാണോ ക്രൂരതയാണോ ഇസ്രായേലിന് കാണിക്കാൻ പറ്റുന്നത് അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും ലോക സമൂഹം ഇടപെടണമെന്നും ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് അടിയന്തരമായിട്ട് ഇങ്ങോട്ട് ഞങ്ങൾക്ക് സഹായത്തിന് UN സൈന്യത്തെ അയക്കണമെന്നും ഇസ്രായേലിനെതിരായിട്ടുള്ള നിലപാടെടുക്കുവാനും അതുപോലെ തന്നെ വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഇറാന്റെ ഭാഗത്ത് ഇറാനെ സഹായിക്കുവാനും വേണ്ട ഒരുക്കങ്ങൾ ചെയ്യണം എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ടെഹ്റാന് ആവശ്യമായിട്ടുള്ള പിന്തുണ തേടി ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ന് വ്ളാഡിമിർ പുടിനെ കണ്ടു, റഷ്യയെ കണ്ടു. റഷ്യയിൽ വലിയ പ്രതീക്ഷയാണ് ഇറാൻ എന്നും അതുപോലെ തന്നെ ലോകത്തെ മറ്റ് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നും ഈ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് മടങ്ങുവാനുള്ള സമയമായി എന്നും കൂടി ഇറാൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.